നമ്മള് സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ ഗ്രാഫ് ഇന്നലെ ഞാൻ കാണിച്ചു. അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരികയാണ്. അപ്പോ ഇപ്പോ 13 ആളുകളുള്ളവർക്കൊക്കെ പറയണത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഓക്കെ, എന്നാല് നോക്കുക. സാർ കുറച്ച് പേര് ട്യൂഷന് പോകണ്ട പറഞ്ഞിരുന്നു. ഞാൻ ഏതായാലും ഇപ്പൊ കുറച്ച് ക്ലാസ് എടുത്തത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ അയച്ചു കൊടുക്കാം. ഇനി അവർ കണ്ടോട്ടെ. പിന്നെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് എടുക്കണേ പിന്നെയും എടുക്കാം. അപ്പൊ നോക്കാം. കണ്ടല്ലോ ഗ്രാഫ്? കാണുന്നുണ്ടോ? ഗ്രാഫ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ഇതില് അറ്റോമിക് നമ്പർ എക്സ് ആക്സിലുണ്ട്, അയോണൈസേഷൻ എൻതാൽപ്പി ഇൻ കിലോ ജൂൾ പെർ മോൾ ആണ് എന്തുള്ളത് വൈ ആക്സിലുള്ളത്. നമ്മള് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആവുമ്പോ പീരീഡിലൊക്കെ ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്ന പഠിച്ചത്. അങ്ങനെ നമ്മളൊക്കെ പഠിച്ച് അതേപോലെ ഗ്രൂപ്പില് ടോപ്പ് ടു ബോട്ടം അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് അതും പഠിച്ചു. അങ്ങനെ ജനറൽ ആയിട്ട് പഠിച്ചു. പക്ഷെ നമ്മൾ സെക്കൻഡ് പീരീഡ് ചെക്ക് ചെയ്തപ്പോ തന്നെ നമ്മൾ പഠിച്ചത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നോ നോക്കൂല്ല. ഉണ്ടോ? നിങ്ങൾ ഗ്രാഫ് നോക്കിയിട്ട് ലിഥിയം അപ്പൊ എക്സാക്സിൽ എന്താ കൊടുത്തത്? അറ്റോമിക് നമ്പർ 0, 2, 4, 6, 8, 10 കൊടുത്തത്. 1 to 10 വരെയുള്ള എലമെന്റ്സിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാക്സിൽ അറ്റോമിക് നമ്പർ കൊടുത്തത്. അഥവാ നിയോൺ വരെയുള്ള ഗ്രാഫിൽ വരുത്താം. പിന്നെ വൈ ആക്സിലെ ഓരോന്നിന്റെയും വാലൻസ് ഷെല്ലിന്ന് ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്ര എനർജി ആവശ്യമുണ്ട്, അതാണ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഡെൽറ്റ ഐ എച്ച്. ഇത് ഫസ്റ്റത്താണ് ഇതിൽ കാണിക്കുന്നത്. കിലോ ജൂൾ പെർ മോളിലാണ് അതിന്റെ യൂണിറ്റ് പറയാം. ലിഥിയത്തിന്റെ വാല്യൂ എത്ര ഒന്ന് പറയൂ? അയോണൈസേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ ഞാൻ നിങ്ങളോട് ചോദിക്കണം. എന്തിനാ? നിങ്ങൾ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ എന്ന് പറയണോ? ലിഥിയത്തിന്റെ വാല്യൂ എത്രയാണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? നിങ്ങള് ഡൗട്ട് ആവുകയാണ് നിങ്ങള് മറുപടി തരാത്തോണ്ട്. ഓക്കെ, 520 ലിഥിയത്തിൻ്റെത്. ബെറിലി എത്തിയപ്പോ അത് 899 ആയേ. പക്ഷെ ബോറോൺ എത്തിയപ്പോ 801. എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ? അനോമലസ് ആയിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായില്ല? എന്താ? മറുപടി വേണം, വേഗം പറഞ്ഞോ. ബെറിലിയത്തിന്ന് ബോറോണിലെത്തിയപ്പോ കൂടിയതല്ലല്ലോ, കുറഞ്ഞതല്ലേ? പിന്നീട് കാർബണിലെത്തിയപ്പോ കൂടി. അതാണ് നമ്മൾ പീരീഡിൽ വേണ്ടത്, ഇൻക്രീസ് ആ വേണ്ടത്. കാർബൺ ടു നൈട്രജൻ ഇൻക്രീസ് തന്നെയാണ്. പക്ഷെ നൈട്രജൻ ടു ഓക്സിജൻ കുറഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ബെറിലിയത്തിനും അതേപോലെ നൈട്രജനും സാധാരണയേക്കാൾ കൂടുതലായിട്ട് അയോണൈസേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ സാധാരണ അവർക്ക് വേണ്ടതിനേക്കാൾ കൂടുതലാണ് വരുന്നത്. ഇത് ബെറിലിയത്തിനും അതേപോലെ നൈട്രജനും അയോണൈസേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ വളരെ അധികമാണ്, ഹൈ വാല്യൂ ആണ്. ഏതിനൊക്കെയാണ്? ബെറിലിയത്തിനും നൈട്രജനും. ബാക്കിയുള്ളവരുടെ ഒരു റെഗുലർ ഓർഡർ ഡിഫറെന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ലിഥിയം കഴിഞ്ഞ് ബെറിലിയം എത്തുമ്പോൾ നോർമൽ ആയിട്ട് കൂടി, പക്ഷെ ബെറിലിയം എത്തിയപ്പോ ബോറോൺ എത്തിയപ്പോൾ അബ്നോർമൽ ആയിട്ട് കൂടുന്നതിന് പകരം കുറഞ്ഞു. പിന്നെ ബോറോൺ ടു കാർബൺ സാധാരണ പോലെ കൂടി, കാർബൺ ടു നൈട്രജനും സാധാരണ പോലെ ഇൻക്രീസ് ആണ്. പക്ഷെ നൈട്രജൻ ഓക്സിജനിൽ എത്തിയപ്പോൾ ഇൻക്രീസിന് വേണ്ടി ഡിക്രീസ് ആവാനുള്ള കാരണം ശരിക്കും എന്താന്ന് വെച്ചാൽ ഈ ബെറിലിയത്തിന്റെയും നൈട്രജന്റെയും അയോണൈസേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ
കുറച്ച് ഹൈ വാല്യൂ ആണ്. അതെന്തുകൊണ്ടാന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇതാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോ. ഞാൻ പറയണത് കേൾക്കുണ്ടാവും, ഇല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ പറയണേ കേൾക്കില്ല എന്ന് പറയണേ. എന്താണ് ക്വസ്റ്റ്യൻ വരിക വെച്ചാൽ ദി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെറിലിയം. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുക്കും, അറ്റോമിക് നമ്പർ ഓഫ് ബെറിലിയം ഈസ് 4 ആൻഡ് അറ്റോമിക് നമ്പർ ഓഫ് ബോറോൺ ഈസ് 5. എന്നിട്ട് കൊടുക്കും അതിന്റെ കൂടെ എന്തോ ദി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെറിലിയം. വൈ എന്നാ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ശരിക്കും അറ്റോമിക് നമ്പറിന്റെ ഓർഡർ അനുസരിച്ച് ബെറിലിയത്തിന് കഴിഞ്ഞിട്ടാണ് ബോറോൺ വരുന്നത്. അയോണൈസ് എൻതാൽപ്പി കൂടേണ്ടതാണ്, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല, അയോണൈസ് എൻതാൽപ്പി കുറവാ കാണുന്നത്. അപ്പൊ അത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്, ഞാൻ പറയണ എഴുതേണ്ടത് എങ്ങനെയാന്നുള്ളത് ബോർഡിൽ പറയാട്ടോ. ഓക്കെ, ഞാൻ ബോർഡ് എടുക്കുമ്പോൾ കാണില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ആ, അപ്പൊ നമ്മൾ പറയാം. ഞാൻ ആദ്യം എന്ത് ചെയ്തും, ബെറിലിയത്തിന്റെ എഴുതുവേ. ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 4. 1s2 2s2 എന്നാണ്. ദെൻ ബോറോൺ അറ്റോമിക് നമ്പർ എത്രയാണ്? 5. 1s2 2s2 2p1 ആണ്. ഇവിടുത്തെ പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുള്ള സ്റ്റേബിൾ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ, സബ്ഷെല്ലിലൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിനെന്തുണ്ടാവും? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കൂ, ബെറിലിയത്തിന്റെ കേസിൽ 2s2 എന്നാണ് ലാസ്റ്റ്. 2s2 എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതാണ് പോയിന്റ് കേട്ടോ. എന്താണ്? ബെറിലിയത്തിൽ 2s എന്ന് പറഞ്ഞാണ് വാലൻസ് ഷെല്ല്, അതിലാണെങ്കിൽ എസിൽ മാക്സിമം എത്ര അതുണ്ട്. അങ്ങനെ ആകുമ്പോൾ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ഒരു എലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി വേണ്ടി വരും, ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണം. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പി കൂടും, അത്ര മതി. ഇനി ഇങ്ങനെ ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും കാണാം. ഫസ്റ്റ് ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതലാണ് ഫസ്റ്റത്തെ പോയിന്റ്. അത് ഉണ്ടെങ്കിൽ തന്നെ വാല്യൂ ചെയ്യണ ആൾക്ക് നിങ്ങളെ പറ്റി നല്ലൊരു ഇംപ്രഷൻ ആയി, കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ആൻസർ അതിലുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ എഴുതാൻ പോണതാണ് ഇൻ ബെറിലിയം ദി വാലൻസ് ഷെൽ 2s ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്, therefore more energy is required to remove an electron from a stable electronic configuration. Therefore the ionization enthalpy of beryllium is very high. അത്ര എഴുതി നിർത്തിയാൽ മതി. പക്ഷെ ഇനി ഒന്നുകൂടി ഒരു പോയിന്റ് കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താം, ബോറോണിന്റെ കേസിൽ എന്തുണ്ട്, ലാസ്റ്റ് ഇലക്ട്രോൺ ഒരു പി സബ്ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. പി സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാറുണ്ടാല് കുറച്ച് ഈസിയാണ്. കാരണം എന്താ, 2s2 എന്ന് പറഞ്ഞത് ആണ് ലാസ്റ്റ് ബെറിലിയത്തിന്റെ ഇവന്റ്. ബോറോണിൽ എത്തുമ്പോൾ 2s2 കഴിഞ്ഞു 2p ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ ഇറ്റ് ഈസ് വെരി ഈസി ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പി സബ്ഷെൽ. അത്ര എഴുതിയാൽ മതി. പി സബ്ഷെല്ലിൽ കുറച്ചും കൂടി ന്യൂക്ലിയസ് കുറച്ചും കൂടി ദൂരം കൂടും അല്ലെ. എസ് സബ്ഷെല്ലിൽ കമ്പയർ ചെയ്യുമ്പോൾ പി സബ്ഷെൽ ഈസ് എവേ ഫ്രം ദി ന്യൂക്ലിയസ്. അത്രയൊക്കെ എഴുതിയാൽ ഫുൾ മാർക്ക് അത് കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്തൊരു റിപ്ലൈ ഇല്ലാത്ത? പറയണത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. അങ്ങനെയെങ്കിലും പറയും. കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിക്കണ നിങ്ങൾ കേൾക്കില്ല അതാണ്. ഇനി അടുത്ത കേസ് ഏതാ? നൈട്രജൻ ടു ഓക്സിജൻ. ആ കേസ് ഒന്ന് നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും.
ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എങ്ങനെയാന്ന് വെച്ചാൽ ദി അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ 8 ആണ്, നൈട്രജൻ 7 ആണ്. ഈവൻ ദോ അങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈവൻ ദോ അറ്റോമിക് നമ്പർ ഓഫ് oxygen is higher than that of nitrogen, the ionization enthalpy of oxygen is less as compared to nitrogen. എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ നൈട്രജനേക്കാൾ കൂടുതലായിട്ട് പോലും, അല്ലെങ്കിൽ ഇവർ രണ്ടാളും ഒരേ പീരീഡിലുള്ള എലമെന്റ്സ് ആയിട്ട് പോലും ഓക്സിജന്റെ അയോണൈസേഷൻ എന്താൽപ്പി നൈട്രജനിനേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ നൈട്രജന്റേത് വളരെ കൂടുതലാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ആദ്യം തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ്. നൈട്രജന്റെയും ഓക്സിജന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കൂ. നൈട്രജൻ അറ്റോമിക് നമ്പർ 7, സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. 1s2 2s2 2p3 ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, 1s2 2s2 2p4. ഇത് എഴുതുമ്പോൾ തന്നെ ഇതിലുണ്ട് ആൻസർ. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണ് വേണ്ടത്. ഇത് എഴുതാൻ മറന്നിട്ട് വേറെ കുറെ സെന്റൻസ് നിറച്ച് കുത്തി ഇറച്ച് എഴുതിയോണ്ടൊന്നും ചിലപ്പോൾ മാർക്ക് അതിന്റെ കംപ്ലീറ്റ് കിട്ടില്ല എന്ന് വരും. മെയിൻ പോയിന്റ് ഇതിൽ തന്നെ ഉണ്ട്. ഇനിയാണ് ബാക്കി കാര്യങ്ങൾ നോക്കൂ. അപ്പൊ ഇതിലെന്താ, നൈട്രജന്റെ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ, 2p3 എന്നാണ്. 2p3 p3 ആവുമ്പോ എന്തുണ്ട്, പെട്ടെന്ന് ആൻസർ പറയാൻ പറയുമെങ്കിൽ പറ്റുമെങ്കിൽ പറയാം. p3 ആവുമ്പോ എന്താ ഉള്ളത് അതില്? ഒരാള് മറുപടി പറയണേ. p3 ഹാഫ് ഹാഫ് അതന്നെ. പി സബ് ഷെല്ലില് 3 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് ആണ്, കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് ആണ്. പിയില് 6 ആയ കംപ്ലീറ്റ്ലി ഫുൾ ഫിൽഡ്, p3 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ്. ഈ ഹാഫ് ഫിൽഡ് എന്ത് സ്റ്റെബിലിറ്റി ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. 2p3 എന്ന് പറഞ്ഞ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിൽ നിന്ന് അങ്ങനെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി വേണം, അതോ അയോണൈസേഷൻ എന്താൽപ്പി കൂടുതലായിരിക്കും. അതന്നെ. ഓക്കെ, അങ്ങനെ ഇൻ നൈട്രജൻ ദി വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ is 2p3. It is a stable electronic configuration. Therefore, more energy is required to remove an electron. അല്ലെങ്കിൽ the ionization enthalpy of nitrogen is very high as compared to oxygen. ഇത്ര മതി. ഇനിയും ഒരു പോയിന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ കേസിൽ എഴുതാം. ഓക്സിജന്റെ കേസിൽ പിയിൽ 3 എന്ന് പറഞ്ഞ സ്റ്റേബിളിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇലക്ട്രോൺ വരികയാണ്. ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന, അത് 3 കഴിഞ്ഞ് 4ാമത്തെ ഇലക്ട്രോണാണ്. ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാറ് വളരെ ഈസിയാണ് ശരിക്കും. ഇപ്പൊ ഇത്ര മതി. ഞാൻ ജസ്റ്റ് ഇതും കൂടി കാണിച്ചു. ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഇനി പറയാവുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ പി ഓർബിറ്റലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിയിൽ 6 ഇലക്ട്രോൺസ് ആണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക, മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുക. പി ഓർബിറ്റൽ വരക്കണം. ഓർബിറ്റലിന് ഒരു ഡയഗ്രം ഉണ്ട്, ഓർബിറ്റൽ റെപ്രസെന്റേഷൻ എന്നൊരു ഡയഗ്രം ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഒരു നോക്കൂ, പി ഓർബിറ്റൽ 3 എണ്ണമാണ്. പി എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ 3 എണ്ണം ഇങ്ങനെ വരക്കും, 3 ബോക്സ് പോലെ. ഇതെന്താ കാണിക്കണ വെച്ചാൽ ഓർബിറ്റൽ ഡയഗ്രം എന്ന് അതിനെ പറയാം. എസ് ആകുമ്പോ ഇങ്ങനത്തെ ഒറ്റ ബോക്സ് മതി. പി ആവുമ്പോ, കാരണം ഒരു ഓർബിറ്റലിനുള്ളിൽ 2 ഇലക്ട്രോൺ ആകുള്ള, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ പിയിൽ 6 ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 3 ബോക്സ് ആയിട്ടാണ് വരക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു ശ്രദ്ധിച്ചോട്ടോ. ഒറ്റ മിനിറ്റ്.
സർ വോയിസ് കേൾക്കുന്നില്ല. ഹലോ, ഇവിടെ ക്ലിയർ അല്ലേ ഇപ്പൊ പറയണേ? യെസ് സർ. അതൊരു ചെറിയ കോൾ, ഞാനൊന്ന് കട്ട് ചെയ്യാട്ടോ. ഞാനത് കട്ട് ചെയ്തിട്ട് പറയാം. ഇപ്പൊ ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ, ഇതും കൂടി ഞാനിപ്പോ പറയുള്ളൂ. ഈ പി സബ് ഷെൽ ഞാൻ നേരത്തെ പറഞ്ഞാല് എസ് സബ് ഷെൽ, ഇതൊക്കെ നമ്മൾ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏറ്റവും പി എന്ന് പറഞ്ഞതോ 3 ഓർബിറ്റലാണ്. എസ് ആണിത്. പി ആവുമ്പോൾ ഇങ്ങനത്തെ 3 എണ്ണാണ്. ഒരു ചെറിയ റേഞ്ച് പ്രശ്നമുണ്ടേ, ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം.